സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വിറ്റാമിൻ B1ന്റെ രാസനാമം. വിറ്റാമിൻ B1ന്റെ രാസനാമം തയമിൻ. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. P.K. കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗന്ധികം. P.K. കാളൻ ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗന്ധികം. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? 1937. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? 1937. ഒറിയ ഭാഷ ഏതു ഭാഷാ ഗോത്രത്തിൽ പെടുന്നു? ഒറിയ ഭാഷ ഇൻഡോ ആര്യനാണ്. ഇൻഡോ ആര്യൻ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് പൈറോഹീലിയോമീറ്റർ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധൻ. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ധൻരാജ് പിള്ള ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കി. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ്. ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടയലിനാണ്. ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ടയലിൻ. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? കുരുമുളകാണ്. കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. മീനമാത രോഗമുണ്ടാക്കുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മെർക്കുറിയുടെ മലിനീകരണം മൂലമാണ് മീനമാത രോഗം ഉണ്ടാകുന്നത്. കൊച്ചി ബിനാലെ സ്ഥാപിച്ചത് ബോസ് കൃഷ്ണമാചാര്യാണ്. ബോസ് കൃഷ്ണമാചാര്യാണ് കൊച്ചി ബിനാലെ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരമാണ്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂരാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മലബാർ കലാപം. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശിയാണ് സർട്ടോറിയസ്. സർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം E ആണ്. ജീവകം E ആണ് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം. റെഡ് ക്രോസ് ദിനം എന്നാണ്. മെയ് 8 ആണ് റെഡ് ക്രോസ് ദിനം. മെയ് 8. ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുള്ളി ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബുള്ളി എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കി. എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജിയെ കുറിച്ചാണ്. എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജി. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. നവജാത ശിശുവിന്റെ ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണയാണ്. നവജാത ശിശുവിന്റെ ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണ. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹെയ്ഡ്സ്. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകൾ ഐസോഹെയ്ഡ്സ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയനാണ് ദാദാഭായ് നവറോജി. കേരളത്തിലെ 1-ാം നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. കേരളത്തിലെ 1-ാം നിയമസഭയിലെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ ആയിരുന്നതാരാണ്? റോസമ്മ പുന്നൂസ്.
കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടപ്പള്ളി. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? വ്യാഴത്തിലാണ്. ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് വ്യാഴത്തിൽ. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ് കോലാട്ടം. അഹാട്സ് ഏത് പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അട്ടപ്പാടിയാണ്. അഹാട്സ് പദ്ധതിയുടെ പേര് അഹാട്സ്. ഏത് പ്രദേശത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്? അട്ടപ്പാടി. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? റഷ്യ. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനൽ. ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തി നാശിനി എന്നറിയപ്പെടുന്നത്? ഗംഗ. ഗംഗാ നദിയുടെ അവസാന ഭാഗമാണ് കീർത്തി നാശിനി എന്ന് അറിയപ്പെടുന്നത്. പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ. പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി കാണുന്ന വാതകം റാഡോൺ ആണ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായിട്ട് കാണപ്പെടുന്ന വാതകമാണ് റാഡോൺ. പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രം. അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം വൈറസ് ആണ്. അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം വൈറസ്. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചതാര്? അന്നാചാണ്ടിയാണ്. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാചാണ്ടി. തിരുവനന്തപുരം ജില്ലയിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം. ഡിസംബർ 10 ഏത് ദിവസമായിട്ട് ആചരിക്കുന്നു? മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. അക്കാമ ചെറിയാൻ ജനിച്ച സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളി. തന്റെ മാതാവിന്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശൻ രചിച്ച വിലാപ കാവ്യം ഏതാണ്? ഒരു അനുതാപം. ഒരു അനുതാപം എന്നത് തന്റെ മാതാവിന്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപ കാവ്യമാണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായരാണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാരാണ്? കെ മാധവൻ നായർ. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം ഡെക്കാൻ ആണ്. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം ഡെക്കാൻ. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയത് ചന്തിരൂർ ആണ്. ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? 5ാമത്തേതാണ്. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? 13 മുതൽ 17 വരെ. മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി 13 മുതൽ 17 പ്രാവശ്യം ശ്വസിക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ്. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ് ആണ്. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് ദുർഗാബായ് ദേശ്മുഖ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏതിനം താപപ്രേഷണം മൂലമാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏതിനം താപപ്രേഷണം മൂലമാണ്? വികിരണമാണ്. വികിരണം. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഗോതമ്പാണ്. ഗോതമ്പ്. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ്
300 മില്ലി ലിറ്റർ ആണ്. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലി ലിറ്റർ. മഞ്ഞപ്പൂവ് പച്ച പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? മഞ്ഞപ്പൂവ് പ്രകാശത്തിൽ പച്ച നിറത്തിൽ കാണപ്പെടും. മഞ്ഞപ്പൂവ് നീല പ്രകാശത്തിൽ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. മഞ്ഞപ്പൂവ് നീല പ്രകാശത്തിൽ കാണപ്പെടുന്നത് കറുപ്പ് നിറത്തിലാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രിയാണ്. 30. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട്, സ്റ്റേ ഓർഡർ എന്നും അറിയപ്പെടുന്നത് പ്രോഹിബിഷൻ ആണ്. പ്രോഹിബിഷൻ. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ദോലനമാണ്. ദോലനം. ഡോളമൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഡോളമൈറ്റ് മഗ്നീഷ്യത്തിന്റെ അയിരാണ്. ഡോളമൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മഗ്നീഷ്യം. ചെങ്ങറ ഭൂസമരത്തിന് നേതൃത്വം നൽകിയ സംഘടന സാധുജന വിമോചന സംയുക്ത വേദിയാണ്. ചെങ്ങറ ഭൂസമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? സാധുജന വിമോചന സംയുക്ത വേദി. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി. ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ വൻകരകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? ഘൂർണന ചലനമാണ്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ്. VT ഭട്ടതിരിപ്പാട് ജനിച്ച സ്ഥലം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കിടങ്ങൂര്. റബ്ബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം? റബ്ബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം ഫംഗസ് ആണ്. ഫംഗസ്. രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് എവിടെയാണ്? അരുണ രക്താണുക്കളുടെ പ്രതലത്തിലാണ് രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത്. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനമുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനമുള്ള വന്യജീവി സങ്കേതം. നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ട്യൂബിന്റെ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും പേസ്റ്റ് പുറത്തു വരുന്നത് ഏത് തത്വത്തിന് ഉദാഹരണമാണ്? പാസ്കൽ തത്വത്തിന് ഉദാഹരണമാണ്. പാസ്കൽ തത്വം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് പത്മശ്രീ നേടിയത് നർത്തകി നടരാജാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് പത്മശ്രീ നേടിയത് ആരാണ്? നർത്തകി നടരാജ്. MT വാസുദേവൻ നായരുടെ ഏത് കഥയുടെ ചലച്ചിത്രാവിഷ്കരണമാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി? ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം സൂര്യഗ്രഹണമാണ്. കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം സൂര്യഗ്രഹണം. സ്വന്തമായി കാന്തിക വലയമുള്ള ഒരേയൊരു ഉപഗ്രഹം ഗാനിമീഡ് ആണ്. സ്വന്തമായിട്ട് കാന്തിക വലയമുള്ള ഒരേയൊരു ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡ്. ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ജഡത്വത്തിന് സംഭവിക്കുന്നു. ജഡത്വം കൂടുന്നു. മംഗൾയാൻ 1ന്റെ വിക്ഷേപണ വാഹനം എന്തായിരുന്നു? PSLV C-25. മംഗൾയാൻ 1ന്റെ വിക്ഷേപണ വാഹനം PSLV C-25. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ K. രാധാകൃഷ്ണൻ. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ഡോക്ടർ K. രാധാകൃഷ്ണൻ. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി 10ാം പദ്ധതിയാണ്. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പദ്ധതി. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. ഏതിന്റെ അയിരാണ്? സ്പെറിലൈറ്റ്. സ്പെറിലൈറ്റ് പ്ലാറ്റിനത്തിന്റെ അയിരാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പദ്ധതിയാണ്. 5ാം പദ്ധതി.
ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1857 കലാപത്തിന് മീററ്റിൽ കലാപം നയിച്ചത് ആരാണ്? കദ്ദം സിംഗ് ആണ്. കദ്ദം സിംഗ്. മീററ്റിൽ കലാപം നയിച്ചത് കദ്ദം സിംഗ്. സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് മിസ്ട്രൽ ആണ്. സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്ന കാറ്റ് ഏതാണ്? മിസ്ട്രൽ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി. ഇന്ത്യയും നേപ്പാളും മഹാകാളി ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1996 ആണ്. ഇന്ത്യയും നേപ്പാളും മഹാകാളി ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1996. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. യോഗക്ഷേമ സഭ സ്ഥാപിതമായത് 1908-ലാണ്. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? മെർക്കുറിയാണ്. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറി. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയവും പൊട്ടാസ്യവുമാണ്. മൃദുലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. യുറേനിയം 235 ആണ് സമ്പുഷ്ട യുറേനിയം എന്ന് അറിയപ്പെടുന്നത്. സൂപ്പർ ബഗിനെ കണ്ടെത്തിയതാര്? സൂപ്പർ ബഗ് പ്രൊഫസർ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. പ്രൊഫസർ ആനന്ദ് മോഹൻ ചക്രവർത്തി. അവസാനത്തെ ചോദ്യം, ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ജീവകം സി ആണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം സി.